ഫുട്ബോളിൽ എല്ലാവരും കണ്ടീഷനിങ് ചെയ്യാറുണ്ട്. ഫുട്ബോളിലെ കണ്ടീഷനിങ് എന്ന് പറയുന്നത് വെറും ഓട്ടം മാത്രമല്ല. ഡച്ച് ഫേമസ് കോച്ചായ റെയ്മണ്ട് ഫുട്ബോൾ പീരിയഡൈസേഷൻ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഫുട്ബോളിലെ ഡിസിഷൻ മേക്കിംഗ്, ഫുട്ബോൾ ആക്ഷൻസ്, ഫുട്ബോൾ റിലേറ്റഡ് മൂവ്മെന്റ്സ്, ഈ ഫുട്ബോൾ ആക്ഷൻസ് ഒരുപാട് നേരം ചെയ്യാനുള്ള കപ്പാസിറ്റി, ഇതെല്ലാം ഫുട്ബോൾ കണ്ടീഷനിങ്ങിൽ വരും എന്നുള്ളതാണ്. കാരണം ഇതെങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെയ്മണ്ട് ഫുട്ബോൾ പീരിയഡൈസേഷൻ പറയുന്നത് VST ഉപയോഗിച്ച് നമുക്ക് അച്ചീവ് ചെയ്യാനാണ്. VSTയിൽ നമുക്ക് LST വരും, MST വരും, SST വരും, അതായത് ലാർജ് സൈഡ് ഗെയിംസ്. അങ്ങനെ അത് നമ്മുടെ ട്രെയിനിങ് പാറ്റേൺ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, അത് ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തും സിസ്റ്റമാറ്റിക് ആയിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ ഈ ടീമിന് ഫുട്ബോൾ ഫിറ്റ്നസ് നിലനിർത്താനായിട്ട് സാധിക്കും. കാരണം പലപ്പോഴും ഫുട്ബോൾ കണ്ടീഷനിങ്ങിൽ തന്നെ പറയുന്നത് നിങ്ങളുടെ മൂവ്മെന്റ്സ് എല്ലാം, നിങ്ങളുടെ ഫുട്ബോൾ ആക്ഷൻസ് എല്ലാം ആ ഒരു ഗെയിം റിലേറ്റഡ് ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വർക്ക്ഔട്ട് ചെയ്താലും അതെല്ലാം ഫുട്ബോൾ റിലേറ്റഡ് ആയിരിക്കണം. പക്ക സ്പെസിഫിക്കലി ഫുട്ബോൾ ആയിരിക്കണം. എല്ലാം ഫുട്ബോൾ ഐഡന്റിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ പ്ലെയേഴ്സ് അതിനകത്തേക്ക് വരികയുള്ളൂ. മാത്രമല്ല ആ ടീമിന്റെ പെർഫോമൻസ് നിലനിർത്താനായിട്ട് സാധിക്കും. അപ്പം റെയ്മണ്ട് ഫുട്ബോൾ പീരിയഡൈസേഷൻ ഒരു നല്ല ഐഡിയ ആണ്. തീർച്ചയായിട്ടും അത് നമ്മുടെ ട്രെയിനിങ് മെത്തേഡ്സിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അത് നമുക്ക് 8 വീക്സ് മുതൽ, നമുക്ക് 6 വീക്സ് മുതൽ 8 വീക്സ് വരെ തൊട്ടുള്ള പീരിയഡൈസേഷൻ വർക്കൗട്ടുകൾ നമുക്ക് പ്ലാൻ ചെയ്യാം. അങ്ങനെ പ്ലാൻ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ട്രെയിനിങ് എഫക്റ്റീവ് ആയിട്ട് മാറും, നമ്മുടെ ടീം ബെറ്റർ പെർഫോമൻസ് ആയി മാറും. ഫുട്ബോൾ ഇനിയും വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് ബൈ ഫ്രം മനീഷ്. താങ്ക് യു.